ഫലസ്തീനിൽ ഉമ്മാനെ കണ്ടില്ല നിങ്ങൾ? 3.5 വയസ്സുള്ള കുഞ്ഞു. അങ്ങനെ ഉമ്മു സലമമാർ ഇപ്പോഴുണ്ട്. എന്തേ? സ്വർഗം മാത്രം ലക്ഷ്യം. അതുകൊണ്ട് അവർ സുഖലോലുപതയുടെ ജീവിതത്തിലല്ല, അല്ല, തുരങ്കത്തിന്റെ അടിയിലാണ്. അവരുടെ അയല് ഒരു റാമ്പിന്റെ, ഒരു ഹോളിന്റെ, ഒരു മാൻ ഹോളിന്റെ വലുപ്പമുള്ള ഷെല്ലുകൾ പതിക്കാൻ സാധ്യതയില്ല എന്ന് അവർ വിശ്വസിക്കുന്ന, എപ്പോഴെങ്കിലും പതിക്കുന്ന ഭൂഗർഭ അറയിൽ പ്രാക്കൂട് പോലെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിരിക്കുന്ന ഗഹ്വരത്തിന്റെ സുഷിരത്തിന്റെ ഉള്ളിലാണ് അവർ കുട്ടികളെ ഡ്രസ്സ് അയലമ്മലിട്ടത്, അവർ തീ കൂട്ടുന്നത്, അവർ ഭക്ഷണം കഴിക്കുന്നത്, അവർ രാത്രി കടന്നുറങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ ശല്യാക്രമണം ഏറ്റിട്ട് 3.5 വയസ്സുള്ള ഒരു കുഞ്ഞുമോള് മരിക്കുമ്പോൾ ആ 3.5 വയസ്സുള്ള മകളുടെ മയ്യത്ത് ചോരയൊലിക്കുന്ന ജനാസ ഉമ്മാന്റെ മാറിടത്തിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് കരയാതെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് തുരുതുരാ ഉമ്മ കൊടുക്കുകയാണ്. കുഞ്ഞു പൂവിന്റെ കവിളത്ത് ആ പുഷ്പദളങ്ങളിൽ ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ കൊടുത്ത് പൂതി തീരാതെ മുത്തി നാറ്റി കഫംപുടയിൽ പൊതിഞ്ഞ കുഞ്ഞു ശരീരത്തെ ആ കഫംപുട തുറന്നിട്ട് വീണ്ടും ഉമ്മ കൊടുത്ത്. അപ്പോഴേക്ക് ഫലസ്തീനിലെ ഗാസയിലെ വളണ്ടിയർമാരായ യുവാക്കൾ ഓടി വന്നിട്ട് പറയാണ്, ഉമ്മ കുഴിമാടം തയ്യാറാണ്, വേഗം തരൂ, വേഗം തരൂ, കുഞ്ഞിനെ കൊണ്ടുപോയി മറവ് ചെയ്യട്ടെ, ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കുട്ടികളെ മറവ് ചെയ്യാൻ. ഇത് ഗെയിമല്ല, ഇത് കോമ്പറ്റീഷൻ അല്ല. ആലോചിക്കും. അപ്പൊ അവസാനം കൊടുക്കുകയാണ്. ഇനി കൺമണിയെ ഉമ്മാക്ക് കാണാൻ കഴിയൂല. 3.5 വയസ്സുള്ള പാലൂട്ടി തേനൂട്ടി വളർത്തിയ പൊന്നാര കൺമണിയെ കുഴിമാടത്തിലേക്ക് ശേഷക്രിയകൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകന്റെ കയ്യിലേക്ക് ഫലസ്തീനിലെ നമ്മളെ ഫാത്തിമ ഉമ്മ, നമ്മളെ ആയിഷ ഉമ്മ, നമ്മളെ ആമിന ഉമ്മ കൊടുക്കുമ്പോ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് വീണ്ടും ഒരു ഉമ്മ കൊടുത്തിട്ട് ചിരിച്ചു പറയാണ്, എന്ത്? നമുക്ക് സ്വർഗത്തിൽ കാണാം, കരളെ പൈതലേ, പോകുമ്പോ നിന്റെ ഉപ്പാനോട് നീ സലാം പറയണം, ഉമ്മാന്റെ സലാം. അപ്പൊ ഉപ്പാര 4 മാസം മുമ്പ് നമ്മുടെ അടുക്കളയിലൂടെ ഷഹീദായിട്ട് മയ്യത്തായിട്ട് ഇറങ്ങിപ്പോയ നിന്റെ ഉപ്പ സ്വർഗത്തിലെ വാതിലിൽ നിന്നെ സ്വീകരിക്കാൻ കാത്തുക്കുമ്പോ ഒറ്റക്കായി പോയ ഉമ്മാന്റെ സലാം നീ അവിടെ പറയണം. വേറെ സങ്കടമൊന്നും അവർക്കില്ല. നോക്ക് നിങ്ങൾ, അത് ഈ 2024 അല്ലേ? നമുക്ക് ബ്രാൻഡ് ഷർട്ടുകള്, നമുക്ക് കോസ്റ്റ്യൂമുകള്, നമുക്ക് ബ്യൂട്ടി ടിപ്സ് അല്ലേ, നമുക്ക് റീൽസ്, നമുക്ക് യൂട്യൂബ്, നമുക്ക് വൈബ്, നമുക്ക് സെൽഫി. നമ്മളൊരു പുതിയ തലമുറയുടെ അവർ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡ്, ഒരു ലോകം നോക്കുങ്ങള്. ഇതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എത്തിക്സ് ഉണ്ടോ? ഒന്നും കാണാൻ കഴിയുന്നില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല.